ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാവുന്ന ഒരു ഐറ്റം തന്നെയാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിന് നമ്മുടെ സ്വന്തം കേരളത്തിൻ്റെ പാൽപ്പായസം, സേമിയ പായസം. അപ്പോൾ ഇത് മലയാളിയാണോ നമ്മളിത് എന്തായാലും ഉണ്ടാക്കാൻ അറിഞ്ഞിരിക്കും. അപ്പം ഇന്ന് ഇതിപ്പോൾ ഒരു സ്പെഷ്യൽ ഒക്കേഷനായിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ്. മോന് 4 മാസത്തിന് ശേഷം മൂത്ത മോൻ ഇപ്പോൾ വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അവന് വന്നോന്നെ ചോദിച്ചു, അമ്മ പായസം ഉണ്ടാക്കി തരണേന്ന്. അപ്പോൾ അതിന് വേണ്ടി ഉണ്ടാക്കിയതാണ് കേട്ടോ. കപ്പ് സേമിയ മുറിച്ച് വെച്ചിട്ടുണ്ട്, പിന്നെ അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, പിന്നെ പഞ്ചസാര ഞാനിപ്പോൾ ഒരു അരക്കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ നെയ്യ്, പിന്നെ ഞാനിപ്പോൾ ഒരു 2 മണിക്കൂർ കുതിർത്ത കുറച്ച് ചവ്വരി കൂടെ ഉണ്ട്, പിന്നെ ഏലക്കപ്പൊടി, പിന്നെ ഒരു കപ്പ് പാല് 500 ml. പിന്നിപ്പോൾ ഞാനിപ്പോൾ പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്, നെയ്യൊന്നും ഇട്ടിട്ടുണ്ട്. അത് മെൽറ്റാവുന്ന സമയം കൊണ്ട് കശുവണ്ടിയും കിസ്മിസും പിന്നെ ചവ്വരിയും എടുത്തു വെച്ച് സേമിയയും ഒപ്പം തന്നെ പഞ്ചസാരയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് വറുക്കണം കേട്ടോ. അപ്പോൾ ഈ രീതിയിലാണ് ഞാൻ എല്ലാ പ്രാവശ്യം ചെയ്യുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ പാചകമൊന്നും എനിക്ക് കല്യാണത്തിന് മുന്നേ അറിയില്ലായിരുന്നു. അപ്പം ഈ രീതിയാണ് അമ്മ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ പഞ്ചസാര ചേർക്കുമ്പോൾ ഇതുപോലെ ക്രിസ്റ്റലായിട്ട് ഇങ്ങനെ മണൽ പരുവം പോലെ ആയി വരും കേട്ടോ. അതിന് ശേഷമാണ് ഇതിങ്ങനെ നമ്മൾ അലിഞ്ഞിട്ട് ഈ നമ്മൾ ഇട്ടിരിക്കുന്ന മുന്തിരിങ്ങയൊക്കെ നന്നായിട്ട് വീർത്ത് വരും. ഇതാണ് ഇതിൻ്റെ ഒരു കണക്ക് കേട്ടോ. കണ്ടല്ലോ, ഇത് കണ്ട ഇട്ടുന്ന മുന്തിരി മുഴുവനും വീർത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജ് ആകുമ്പോഴത്തേക്കും നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പഞ്ചസാര ആയതുകൊണ്ട് ഭയങ്കരമായിട്ട് ഇത് ഇങ്ങനെ പാറ പോലെ ഇരിക്കും, പേടിക്കേണ്ട. ഒരു 5 മിനിറ്റ് അങ്ങനെ വെച്ചിരിക്കുമ്പം ഇതിങ്ങനെ അലിഞ്ഞ് വന്നു തുടങ്ങും കേട്ടോ. അലിഞ്ഞിങ്ങനെ തിളച്ച് വന്നു തുടങ്ങി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒന്നും പേടിക്കേണ്ട, ഇതുപോലെ ചെയ്താൽ മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. അപ്പോൾ അതിന് എത്രയാണോ ആവശ്യം ആ വെള്ളം നമുക്ക് ഒഴിക്കാം. 1-1.5 ഗ്ലാസ് വെള്ളം വേണ്ടി വരും. എന്ന് വെച്ചാൽ ഈ സേമിയും നമ്മുടെ ചവ്വരിയും വെന്ത് വരണം. ഇപ്പോൾ ഏകദേശം വെന്ത് വന്നിട്ടുണ്ടേ, കണ്ടല്ലോ. ഇത് ഇത്തിരി എളുപ്പപ്പണിയായതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. എല്ലാവരും ഇങ്ങനെ തന്നെ ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇനി ഞാൻ മാത്രമേ ചെയ്യണുള്ളൂ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ സാധാരണ ഈ രീതിക്കാണ് ചെയ്യുന്നത്. ഇനി ഇതാ വെന്ത് നന്നായിട്ട് വന്നതിന് ശേഷം പാലൊഴിക്കുന്നു. അപ്പോൾ പാലൊഴിച്ച് ഒന്ന് ഇതായതിന് ശേഷം ഞാൻ ഇത്തിരി കണ്ടൻസ് മിൽക്ക് കൂടെ ചേർക്കുന്നുണ്ട്. ഇത്തിരി ഒന്ന് കൊഴുപ്പായിട്ടിരിക്കാൻ വേണ്ടി മാത്രം. അതായത് കഴിഞ്ഞ് ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഏലക്കപ്പൊടി ഇവിടെ ചേർത്ത് നന്നായിട്ടൊന്ന് വെട്ടി തിളയ്ക്കുവേ. അത് നന്നായിട്ടൊന്ന് പാലൊക്കെ നന്നായിട്ടൊന്ന് വെട്ടി തിളച്ച ശേഷം നമുക്കൊന്ന് ഇറക്കി വെക്കാം കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ആരെങ്കിലും ഒന്ന് ചെയ്യുകയാണെങ്കിൽ എന്നെ ഒന്ന് കമൻറ്റിലൊന്ന് അറിയിക്കുക കേട്ടോ. പാലൊക്കെ നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട്. ഇതാ ഞാനിപ്പോൾ വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും ഈ രീതിക്കാണ് ഞാൻ പായസം ഉണ്ടാക്കാറുള്ളത്. അപ്പം ഈ രീതി എല്ലാവർക്കും ഒന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്, ആൻഡ് ആൾസോ താങ്ക് യു ഫോർ വാച്ചിങ്.